ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങളെ ആഴമേറിയ അർത്ഥത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും നാം ഏവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നസ് ടിവിയുടെ മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്കേവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. പഴയ നിയമത്തിലെ ചരിത്ര പുസ്തകങ്ങളുടെ അവസാനത്തെ ഭാഗം മക്കബായരുടെ ചരിത്രം, അതാണ് നമ്മളിപ്പോൾ പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. മക്കബായരുടെ പുസ്തകത്തിലൂടെ അനാവൃതമാവുന്ന ചരിത്രം മനസ്സിലാക്കുന്നതിനായി നാം മക്കബായരുടെ ഒന്നാം പുസ്തകത്തിൻ്റെ 5 അധ്യായങ്ങൾ ഇതിനകം വായിച്ച് വ്യാഖ്യാനിച്ച് കഴിഞ്ഞു. 6-ാമത്തെ അധ്യായം വായിച്ചുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ സെലൂക്യ സൈന്യവും മക്കബായരുടെ സൈന്യവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിൻ്റെ, ഒരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ലിസിയാസ് എന്ന സെലൂക്യ രാജാവിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ സൈന്യം ഇപ്പോഴിതാ ജെറുസലേമിനെതിരെ കടന്നു വരികയാണ്. അവരുടെ ലക്ഷ്യം ഏതു വിധേനയും മക്കബായരെ പരാജയപ്പെടുത്തുക, ജെറുസലേമിൻ്റെ അധീശത്വം ഉറപ്പിക്കുക, ദേവാലയത്തെ പിടിച്ചെടുക്കുക, മക്കബായർ സുരക്ഷിതമാക്കിയ കോട്ടകളെ സ്വന്തമാക്കുക. ഈ ലക്ഷ്യത്തോടെ ഒരു വലിയ സൈന്യം മക്കബായർക്കെതിരെ മുന്നേറുന്നു. അതിനായി സെലൂക്യർ നടത്തിയ സൈനിക സന്നാഹങ്ങളെക്കുറിച്ച് വിശദമായി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. ഇനി നടത്തപ്പെടുന്ന ചില ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും എപ്രകാരമായിരുന്നു എന്ന ചരിത്രമാണ് നമുക്ക് വായിക്കാനായിട്ടുള്ളത്. മക്കബായരുടെ ഒന്നാം പുസ്തകത്തിൻ്റെ 6-ാം അധ്യായം 40 മുതൽ 47 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ചുകൊണ്ട് എപ്രകാരമാണ് ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും നടന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഈ സമയം സാധിക്കുമെങ്കിൽ നമുക്ക് എല്ലാവർക്കും വിശുദ്ധ ഗ്രന്ഥം ഒന്ന് കയ്യിലെടുക്കാം. മക്കബായരുടെ ഒന്നാം പുസ്തകം 6-ാം അധ്യായം 40 മുതൽ 47 വരെയുള്ള തിരുവചനങ്ങൾ. രാജസൈന്യത്തിൽ ഒരു വിഭാഗം ഉയർന്ന കുന്നുകളിലൂടെയും മറ്റേ വിഭാഗം സമതലത്തിലൂടെയും ക്രമമായി ധീരതയോടെ മുന്നേറി. ആ വലിയ പടനീക്കത്തിൻ്റെ ആരവവും ആയുധങ്ങളുടെ ഇരമ്പലുകളും കേട്ടവരെല്ലാം ഭയചകിതരായി. ആ വ്യൂഹം അത്രയ്ക്ക് വലുതും ശക്തവുമായിരുന്നു. യൂദാസും സൈന്യവും അവരോട് ഏറ്റുമുട്ടി. രാജസൈന്യത്തിലെ 600 പേർ കൊല്ലപ്പെട്ടു. അവരാൻ എന്ന് വിളിക്കപ്പെടുന്ന എലയാസർ യുദ്ധമൃഗങ്ങളിൽ ഒന്നിന്മേൽ രാജകീയമായ പടച്ചട്ട സജ്ജീകരിച്ചിരിക്കുന്നതായി കണ്ടു. മറ്റുള്ളവയേക്കാൾ ഉയരമുണ്ടായിരുന്നു ആ മൃഗത്തിന്. രാജാവ് അതിൻ്റെ പുറത്തായിരിക്കുമെന്ന് അവൻ കരുതി. സ്വജനങ്ങളെ രക്ഷിക്കാനും തനിക്ക് ശാശ്വത കീർത്തി നേടാനും വേണ്ടി അവൻ ജീവൻ സമർപ്പിക്കാൻ സന്നദ്ധനായി. ആ മൃഗത്തിൻ്റെ അടുക്കലെത്താൻ അവൻ വീറോടെ സൈന്യവ്യൂഹത്തിനിടയിലൂടെ കുതിച്ചു. ഇടത്തും വലത്തുമുള്ളവരെ അവൻ അരിഞ്ഞു വീഴ്ത്തി. ശത്രുക്കൾ ഇരുവശങ്ങളിലേക്കും ചിതറി. അവൻ ചെന്ന് ആനയുടെ കീഴെയെത്തി അതിനെ അടിയിൽ നിന്ന് കുത്തിക്കൊന്നു. അത് അവൻ്റെ മേൽ വീണ് അവൻ അവിടെ വെച്ച് തന്നെ മരിച്ചു.
രാജസൈന്യത്തിൻ്റെ ശക്തിയും ഭീകരമായ ആക്രമണവും കണ്ട് യഹൂദർ പിന്തിരിഞ്ഞോടി. യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. ശത്രു സൈന്യത്തിൻ്റെ ബാഹുല്യവും കരുത്തും കണ്ട് പിന്തിരിഞ്ഞോടാൻ യൂദാസ് മക്കബെയോസ് തയ്യാറല്ല. അപ്രതീക്ഷിതമായി ശത്രുവിനെ ആക്രമിക്കുക എന്ന തൻ്റെ പതിവ് തന്ത്രമാണ് യൂദാസ് ഇപ്പോൾ ആവർത്തിക്കുന്നത്. ആദ്യത്തെ ഏറ്റുമുട്ടലിൽ തന്നെ 600-ൽ പരം സെലൂക്കിയ സൈനികരെ മക്കബായർ വധിച്ചു എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. ഇങ്ങനെ മക്കബായർ യുദ്ധത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയം തൻ്റെ ജനത്തിൻ്റെ മോചനത്തിനായി യൂദാസിൻ്റെ സഹോദരൻ, ഹസ്മോണിയൻ കുടുംബത്തിലെ ഒരംഗം, എലയാസർ എന്ന് പേരുള്ള അവരാൻ എന്ന് മറ്റൊരു പേരുള്ള ഒരു വ്യക്തി നടത്തുന്ന യുദ്ധവിവരണം ഇവിടെ നൽകിയിട്ടുണ്ട്. അവരാൻ അഥവാ എലയാസർ നോക്കുമ്പോൾ ഏറ്റവും വലിയ ഒരു ആനയുടെ പുറത്ത് രാജാവ് ഇരിക്കുന്നത് എന്ന് തോന്നിപ്പിക്കും വിധമുള്ള സംവിധാനങ്ങൾ അയാൾ കണ്ടു. രാജാവ് ഈ ആനയുടെ പുറത്ത് ഉണ്ടായിരിക്കും എന്ന നിഗമനത്തിൽ അവരാൻ അഥവാ എലയാസർ അതിശക്തമായി യുദ്ധം ചെയ്ത് മുന്നോട്ട് നീങ്ങുകയാണ്. പക്ഷേ ആ നിഗമനം, ആ നീക്കം അദ്ദേഹത്തിൻ്റെ അന്ത്യത്തിന് കാരണമായിത്തീരുന്നു. അവരാൻ ചെന്ന് ആനയുടെ കീഴിലെത്തി, കീഴിൽ അതിൻ്റെ അടിഭാഗത്തു നിന്ന് ആനയെ വാൾ കൊണ്ട് കുത്തി അതിനെ കൊല്ലാൻ ശ്രമിച്ചു. ആന തൽക്ഷണം കൊല്ലപ്പെടുകയും താഴേക്ക് നിപതിക്കുകയും ചെയ്യുന്നതോടൊപ്പം അവരാൻ്റെ മേലേക്ക് ആനയുടെ ജഠം വീഴുകയും ആനയുടെ അടിയിൽ കിടന്ന് അവരാൻ ദാരുണമായി കൊല്ലപ്പെടുകയുമാണ്. ഇത് വലിയ ഒരു പ്രശ്നമായി തീരുകയാണ്. കാരണം അതുവരെ ധൈര്യസമേതം യുദ്ധത്തിൽ മുന്നേറിക്കൊണ്ടിരുന്ന മക്കബായർക്ക് ഇപ്പോഴിതാ അവരുടെ ഒരു വലിയ നേതാവിനെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അവരാൻ്റെ മരണം മക്കബായരുടെ യുദ്ധവീര്യത്തെ ചോർത്തിക്കളഞ്ഞു എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. ഒരുപക്ഷെ അതിൻ്റെ ആഘാതത്തിലായിരിക്കാം മക്കബായ സൈന്യം ആ നിമിഷം പിന്തിരിഞ്ഞോടുകയാണ്. മക്കബായർ പരാജിതരായി, യുദ്ധത്തിൽ എന്നേക്കുമായി പരാജിതരായി എന്നല്ല, പകരം അവർ പിന്തിരിഞ്ഞോടി എന്നാണ് സൂചിപ്പിക്കുന്നത്. അതിനർത്ഥം അവർ പരാജയം ഏറ്റുവാങ്ങുന്നു എന്നതിനേക്കാൾ തൽക്കാലത്തേക്ക് യുദ്ധമുഖത്തു നിന്ന് സ്വയം പിൻവാങ്ങുകയാണ്. ഏതായാലും അവരുടെ ധീരപോരാളിയായിരുന്ന അവരാൻ്റെ എലയാസറിൻ്റെ മരണം പെട്ടെന്ന് തന്നെ മക്കബായ സൈന്യത്തിൻ്റെ വീര്യം ചോർത്തിക്കളയുകയാണ്. തീർച്ചയായും ഈ സമയം സെലൂക്യ സൈന്യത്തിന് ഒരു മുന്നേറ്റം ലഭിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം യുദ്ധത്തിൽ ഒരു മുന്നേറ്റം ലഭിച്ച സെലൂക്യർ ജെറുസലേം നഗരത്തിന് ചുറ്റും നടത്തുന്ന ഉപരോധത്തിൻ്റെ കഥയാണ് തുടർന്നുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നത്. നമുക്കത് നോക്കാം. മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 6-ാം അധ്യായം 48 മുതൽ 54 വരെയുള്ള തിരുവചനങ്ങൾ. രാജാവിൻ്റെ പടയാളികൾ അവർക്കെതിരെ ജെറുസലേമിലേക്ക് നീങ്ങി. അവർ യൂദയായിലും സിയോൻ മലയിലും പാളയമടിച്ചു. രാജാവ് ബത്സൂർ നിവാസികളുമായി സമാധാന ഉടമ്പടി ചെയ്തു. അവർ നഗരം ഒഴിഞ്ഞുകൊടുത്തു. കാരണം ഉപരോധത്തെ ചെറുക്കാൻ വേണ്ടത്ര ഭക്ഷണ സാധനങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നില്ല. അത് ദേശത്തിൻ്റെ സാബത്ത് വർഷമായിരുന്നു.
അങ്ങനെ രാജാവ് ബത്സൂർ കൈവശപ്പെടുത്തി അവിടെ ഒരു കാവൽ സൈന്യത്തെ ഏർപ്പെടുത്തുകയും ചെയ്തു. അനന്തരം അവൻ വിശുദ്ധ മന്ദിരത്തിന് മുൻപിൽ പാളയമടിച്ചു. വളരെ നാൾ അവിടെ കഴിഞ്ഞു. അവൻ ഉപരോധ ഗോപുരങ്ങളും അഗ്നിയും കല്ലും വർഷിക്കാനുതകുന്ന യന്ത്രങ്ങളും അമ്പ് എയ്യാനുള്ള ഉപകരണങ്ങളും തെറ്റാലികളും സജ്ജമാക്കി. അവരുടേതിനോട് കിടപിടിക്കുന്ന യുദ്ധതന്ത്രങ്ങൾ നിർമ്മിച്ച് യഹൂദർ അവരെ ഏറെക്കാലത്തേക്ക് ചെറുത്തുനിന്നു. എന്നാൽ അത് 7-ാം വത്സരമായിരുന്നതിനാൽ കലവറകളിൽ ഭക്ഷണസാധനങ്ങൾ ഇല്ലായിരുന്നു. വിജാതീയരിൽ നിന്ന് രക്ഷപ്പെട്ട് യൂദായിൽ അഭയം പ്രാപിച്ചവർ കലവറകളിൽ ശേഷിച്ചവയെല്ലാം ഭക്ഷിച്ച് കഴിഞ്ഞിരുന്നു. വിശുദ്ധ മന്ദിരത്തിൽ ഏതാനും പേർ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. ക്ഷാമം രൂക്ഷമായിരുന്നതിനാൽ മറ്റുള്ളവർ ചിതറി താന്താങ്ങളുടെ ഭവനത്തിലേക്ക് പോയി. ജെറുസലേം നഗരത്തിനെതിരെ സെലൂക്യർ ഉപരോധം ഏർപ്പെടുത്തുകയാണ്. മക്കബായരുടെ പിൻവാങ്ങൽ ഇതിന് ആക്കം കൂട്ടുന്നു. സെലൂക്യരുടെ കോട്ട ഉപരോധിക്കാൻ മക്കബായർ ഉപയോഗിച്ച അതേ സാമഗ്രികൾ, യന്ത്രമുട്ടികളും മറ്റ് സാമഗ്രികളും തന്നെയാണ് ഇപ്പോൾ സെലൂക്യരും ഉപയോഗിക്കുന്നത്. സാബത്ത് വർഷം വരെ സെലൂക്യർ ജെറുസലേമിനെ ഉപരോധിച്ചു എന്ന് വ്യക്തമാവുന്നു. പക്ഷേ ഈ സമയം യഹൂദർ, മക്കബായർ ഒരു വലിയ പ്രശ്നത്തെ അഭിമുഖീകരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഭക്ഷണ സാധനങ്ങളുടെ കുറവ് അല്ലെങ്കിൽ ഭക്ഷ്യക്ഷാമമാണ്. യഹൂദരെ സംബന്ധിച്ചിടത്തോളം സാബത്ത് വർഷം അഥവാ 7-ാം വർഷം മണ്ണിൽ കൃഷി ചെയ്യുന്നത് അനുവദനീയമല്ല. പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ 23-ാം അധ്യായം 10-11 തിരുവചനങ്ങൾ ഇപ്രകാരമാണ്: നീ നിൻ്റെ വയലിൽ 6 വർഷം വിതച്ച് വിളവെടുത്തുകൊള്ളുക. 7-ാം വർഷം അത് വിതയ്ക്കാതെ വെറുതെ കിടക്കട്ടെ. നിന്റെ ജനത്തിലെ ദരിദ്രർ അതിൽ നിന്ന് ഭക്ഷ്യം ശേഖരിക്കട്ടെ. പിന്നെയും അവശേഷിക്കുന്നത് വന്യമൃഗങ്ങൾ തിന്നുകൊള്ളട്ടെ. മുന്തിരിത്തോട്ടവും ഒലിവ് തോട്ടവും സംബന്ധിച്ചും ഇപ്രകാരം തന്നെ ചെയ്യണം. അതായത് 6 വർഷത്തെ കൃഷിക്ക് ശേഷം 7-ാം വർഷം സാബത്ത് വർഷം കൃഷി ഒന്നും നടക്കുകയില്ല. സാബത്ത് വർഷം കൃഷി നടത്താത്തതിനാൽ നീണ്ടുനിന്ന ഈ സെലൂക്യ ഉപരോധത്തിൻ്റെ ഒടുവിൽ ഭക്ഷ്യധാന്യങ്ങൾ തീർന്നു പോകുന്നു. മാത്രവുമല്ല, സാബത്ത് വർഷത്തിനായി ഇവർ കരുതി വച്ചിരുന്ന ഭക്ഷ്യധാന്യങ്ങൾ ഇതിനകം വിജാതീയരുടെ ഇടയിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്ന യഹൂദർ, അതായത് ഏതാനും ക്ലാസ്സുകൾക്ക് മുമ്പ് നമ്മൾ കണ്ടിരുന്നു, ഗിലെയാദിലും ഗലീലിയിലും വിജാതീയരാൽ വേട്ടയാടപ്പെട്ട യഹൂദരെ ഇവർ രക്ഷിച്ചുകൊണ്ട് ജെറുസലേമിലേക്ക് കൊണ്ടുവന്നിരുന്നു. അവർ കൂടി ഭക്ഷിച്ച് അത് തീരുകയും ചെയ്തു. ഭക്ഷ്യധാന്യങ്ങളിൽ വന്ന ഇല്ലായ്മ അഥവാ ഭക്ഷ്യക്ഷാമം മക്കബായരെ യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കുകയാണ്. വിശുദ്ധ മന്ദിരത്തിൽ ഏതാനും പേർ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. ക്ഷാമം രൂക്ഷമായിരുന്നതിനാൽ മറ്റുള്ളവർ ചിതറി താന്താങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോയി എന്ന് വചനം പറയുന്നു. അതായത് മക്കബായർ ഒരു വലിയ കീഴടങ്ങലിൻ്റെ ഓരത്ത് എത്തി നിൽക്കുകയാണ്. ഇനി യുദ്ധം ചെയ്യാൻ അവർക്ക് ശക്തിയില്ല. കാരണം ഭക്ഷിക്കാൻ അവരുടെ കയ്യിൽ ഒന്നും ബാക്കിയില്ല. ഈ സമയത്ത് അവർ പോലും പ്രതീക്ഷിക്കാതെ മറ്റൊരു കാര്യം നടക്കുന്നുണ്ട്. അത് അപ്രതീക്ഷിതമായ സെലൂക്യ സൈന്യത്തിൻ്റെ പിന്മാറ്റമാണ്. അതിനെക്കുറിച്ച് നമുക്ക് തുടർന്ന് വരുന്ന വചനങ്ങൾ വായിച്ചുകൊണ്ട് വ്യക്തമാക്കാം. മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 6-ാം അധ്യായം
55 മുതൽ 63 വരെയുള്ള തിരുവചനങ്ങൾ. തൻ്റെ മകൻ അന്ത്യോക്കസിനെ കിരീടാവകാശിയായി വളർത്തുന്നതിന് അന്ത്യോക്കസ് രാജാവ് മരണത്തിന് മുമ്പ് നിയോഗിച്ചിരുന്ന ഫിലിപ്പ് രാജാവിനോട് കൂടെ പോയിരുന്ന പടയാളികളുമായി പേർഷ്യ, മേദ്യ എന്നിവിടങ്ങളിൽ നിന്ന് മടങ്ങി വന്നു. ഭരണം കൈയടക്കാൻ ശ്രമിക്കുന്നുവെന്ന് ലിസിയാസ് കേട്ടു. അതിനാൽ പെട്ടെന്ന് സ്ഥലം വിടാൻ അവൻ കൽപ്പന നൽകി. രാജാവിനോടും സൈന്യാധിപന്മാരോടും ജനങ്ങളോടും അവൻ പറഞ്ഞു, നമ്മൾ ദിവസം ചെല്ലുന്തോറും കൂടുതൽ ക്ഷീണിച്ചു വരുന്നു. ഭക്ഷണസാധനങ്ങൾ ഇല്ലെന്ന് തന്നെ പറയാം. നാം ഉപരോധിക്കുന്ന സ്ഥലം സുശക്തമാണ്. രാജ്യകാര്യങ്ങളിൽ നമ്മുടെ അടിയന്തര ശ്രദ്ധ ആവശ്യമായും വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് ഈ ജനത്തോടും രാജ്യത്തോടും ഉടമ്പടി ചെയ്ത് സമാധാനം സ്ഥാപിക്കാം. അവർ മുൻപത്തെ പോലെ സ്വന്തം നിയമങ്ങളനുസരിച്ച് ജീവിക്കട്ടെ. നമ്മൾ അവരുടെ നിയമങ്ങൾ നീക്കിക്കളഞ്ഞതിൻ്റെ പേരിലാണല്ലോ അവർ കുപിതരായി ഈ വിധം പ്രവർത്തിച്ചത്. ഈ അഭിപ്രായം രാജാവിനും സൈന്യാധിപന്മാർക്കും സ്വീകാര്യമായി. രാജാവ് യഹൂദരുമായി സമാധാന ഉടമ്പടിക്ക് സന്ദേശമയച്ചു. അവർ അതിന് സമ്മതിച്ചു. രാജാവും സൈന്യാധിപന്മാരും ശപഥപൂർവ്വം ഉറപ്പുകൊടുത്ത വ്യവസ്ഥകളിന്മേൽ യഹൂദർ ആ കോട്ട വിട്ടുപോയി. എന്നാൽ സിയോൻ മലയിലെത്തിയ രാജാവ് ആ സ്ഥലം എത്ര ബലവത്തായ കോട്ടയാണെന്ന് കണ്ടപ്പോൾ താൻ ചെയ്ത ശപഥം ലംഘിച്ച് അതിന് ചുറ്റുമുള്ള മതിലുകൾ തകർക്കാൻ ആജ്ഞ നൽകി. അനന്തരം അതിവേഗം അന്ത്യോക്യയിലേക്ക് തിരിച്ച് നഗരം ഫിലിപ്പ് കൈയടക്കിയിരിക്കുന്നതായി അവൻ കണ്ടു. ഉടനെ ഫിലിപ്പിനെതിരെ യുദ്ധം ചെയ്തു. അവൻ നഗരം വീണ്ടെടുത്തു. ഭക്ഷ്യക്ഷാമം മൂലം ഒരു ഭാഗത്ത് മക്കബായ വിപ്ലവം പരാജയത്തിൻ്റെ വക്കിൽ എത്തി നിൽക്കുമ്പോൾ സെലൂക്യരുടെ ഇടയിൽ അന്തഛിദ്രം ഉണ്ടാവുകയാണ്. സെലൂക്യരുടെ ആഭ്യന്തര കലാപം മക്കബായർക്ക് ദൈവാനുഗ്രഹമായിട്ട് അനുഭവപ്പെടുന്നു. എന്തായിരുന്നു സെലൂക്യരുടെ ആഭ്യന്തര കലാപം? തൻ്റെ മകൻ അന്ത്യോക്കസിനെ കിരീടാവകാശിയായി വളർത്തുന്നതിന് അന്ത്യോക്കസ് രാജാവ് മരണത്തിന് മുമ്പ് നിയോഗിച്ചിരുന്ന ഫിലിപ്പ് രാജാവിനോട് കൂടെ പോയിരുന്ന പടയാളികളുമായി പേർഷ്യ, മേദ്യ എന്നിവിടങ്ങളിൽ നിന്ന് മടങ്ങി വന്നുവെന്നും ഭരണം കൈയടക്കാൻ ശ്രമിക്കുന്നുവെന്നും ലിസിയാസ് കേട്ടു. ഇവിടെ ഫിലിപ്പും ലിസിയാസും തമ്മിൽ വലിയ വൈരം ഉളവാകുകയാണ്. തലസ്ഥാനത്ത് രാജഭരണത്തിൽ ഒരു അട്ടിമറി നടക്കും എന്ന് ലിസിയാസ് ഭയപ്പെട്ടു. അതിനാൽ കാര്യങ്ങൾ എത്രയും വേഗം കൈപ്പിടിയിലാക്കാൻ ലിസിയാസിന് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ സംജാതമായിരിക്കുകയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് തങ്ങൾ തിരിച്ച് പോകുന്നത് എന്ന് ലിസിയാസ് സൈനികരോട് പറയുന്നത് മറ്റൊരു കാരണത്തിലൂടെയാണ്. ലിസിയാസ് കൂടെയുള്ളവരോട് പറഞ്ഞു, നമ്മൾ ദിവസം ചെല്ലുന്തോറും കൂടുതൽ ക്ഷീണിച്ചു വരുന്നു. ഭക്ഷണ സാധനങ്ങൾ ഇല്ലെന്ന് തന്നെ പറയാം. നാം ഉപരോധിക്കുന്ന സ്ഥലം സുശക്തമാണ്. രാജകാര്യങ്ങളിൽ നമ്മുടെ അടിയന്തര ശ്രദ്ധ ആവശ്യമായും വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് ഈ ജനത്തോടും രാജ്യത്തോടും ഉടമ്പടി ചെയ്ത് സമാധാനം സ്ഥാപിക്കാം. അതായത് തിരിച്ചുപോക്കിനുള്ള ഒരു പ്രധാന കാരണമായി ലിസിയാസും പറയുന്നത് ഭക്ഷ്യക്ഷാമത്തെക്കുറിച്ചാണ്. സത്യത്തിൽ ആ സമയം ലിസിയാസും പടയാളികളും അവരുടെ പാളയങ്ങളിലും ഭക്ഷ്യക്ഷാമം അനുഭവിച്ചിരുന്നോ എന്നത് വ്യക്തമല്ല. എങ്കിലും പ്രധാന കാരണമായി അതും, രണ്ടാമത്തെ കാരണമായി തൻ്റെ രാജ്യത്തിൽ നടക്കുന്ന ആഭ്യന്തര അന്തഛിദ്രത്തെക്കുറിച്ചും സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ തിരിച്ചുപോക്ക് അനിവാര്യമായതുകൊണ്ട്
മക്കബായരുമായി ഒരു സമാധാന ഉടമ്പടി സ്ഥാപിക്കുക എന്നത് മാത്രമായിരുന്നു ഏക പോംവഴി. സമാധാന ഉടമ്പടിക്കുള്ള നിർദ്ദേശം ബാലനായ രാജാവ് നൽകുന്നു. ലിസ്യാസിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ സമാധാന ഉടമ്പടിയുടെ നിർദ്ദേശം ഇരു കൂട്ടർക്കും സ്വീകാര്യമായി. ഭക്ഷ്യക്ഷാമം മൂലം ഇരു കൂട്ടരുടെയും നിര പലുങ്ങലിലുമായിരുന്നു. ഏതായാലും ഉടമ്പടി അനുസരിച്ച് മക്കബായർ ജെറുസലേമിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു. ഇതുവരെ കാര്യങ്ങൾ ഭംഗിയായിപ്പോയി. പക്ഷേ വഞ്ചനാപരമായ ഒരു പെരുമാറ്റമാണ് പിന്നീട് സെലൂക്യരുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. മക്കബായർ പിൻവാങ്ങിയ തക്കം നോക്കി സെലൂക്യർ ജെറുസലേം ദേവാലയത്തിൻ്റെ ചുറ്റുമതിൽ തകർത്ത് കളഞ്ഞു. സെലൂക്യരുടെ ഈ വഞ്ചന അത് മക്കബായ പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു. സെലൂക്യരുടെ വഞ്ചനയെക്കുറിച്ച് ഇനി വരുന്ന 7-ാം അധ്യായത്തിലും പരാമർശിക്കുന്നുണ്ട്. ജെറുസലേം ദേവാലയത്തിൻ്റെയും നഗരത്തിൻ്റെയും പുനഃപ്രതിഷ്ഠയോടനുബന്ധിച്ച് യൂദാസ് മക്കബേയോസും സംഘവും നിർമ്മിച്ച മതിലുകൾ സെലൂക്യർ അങ്ങനെ വഞ്ചനയിൽ തകർത്ത് കളയുകയാണ്. ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് എത്തി നിൽക്കുമ്പോൾ എന്തെല്ലാം ചരിത്ര പാഠങ്ങളാണ് നമ്മൾ ഇവിടെ നിന്നും ഉൾക്കൊള്ളേണ്ടത് ഒന്ന് ഓർത്തെടുക്കാം. ഒന്നാമതായി, ശക്തനും പ്രതാപശാലിയുമായിരുന്ന അന്ത്യോക്യസ് എപ്പിഫാനസ് 4-ാമൻ്റെ ദാരുണ മരണം നൽകുന്ന പാഠമാണ്. തിന്മയുടെ ശക്തിയുടെ പ്രാഭവം ക്ഷണികമാണ് എന്ന് അന്ത്യോക്യസ് എപ്പിഫാനസ് 4-ാമൻ്റെ ദാരുണ മരണം വ്യക്തമാക്കുന്നു. ഗതകാലത്തിലെ തിന്മകൾ മരണനേരത്ത് അന്ത്യോക്യസിനെ വേട്ടയാടുകയാണ്. ഇത് നമുക്ക് വളരെ പ്രസക്തമായ ഒരു ചരിത്ര പാഠമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, രാഷ്ട്രങ്ങളുടെയും ഭരണകർത്താക്കളുടെയും വിധി ദൈവമാണ് നിയന്ത്രിക്കുന്നത് എന്ന് ഈ വചനം വ്യക്തമാക്കുന്നു. ഗ്രന്ഥകാരൻ ചരിത്രത്തിൻ്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്നത് ദൈവമായ കർത്താവാണ് എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അടുത്തതായി, ലോകത്തെ വിറപ്പിക്കുകയും തിന്മകൾ ചെയ്യുകയും മനസാക്ഷിരഹിതമായി പ്രവർത്തിക്കുകയും ചെയ്ത സ്വേച്ഛാധിപതികളെല്ലാം അവർക്കെല്ലാം ഒരു പതനം സംഭവിക്കും എന്ന ചരിത്ര പാഠവും ഈ പുസ്തകത്തിലുണ്ട്. പ്രത്യേകിച്ചും ഈ അധ്യായത്തിൽ അത് വ്യക്തമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പാഠം ഈ അധ്യായം നൽകുന്നത് ഉടമ്പടികൾ, കരാറുകൾ എന്നിവയിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് ജാഗ്രത ഉണ്ടാകണം എന്നുള്ളതാണ്. ഇവിടെ സത്യത്തിൽ ഒരു ഉടമ്പടി ശപഥപൂർവം സ്ഥാപിക്കപ്പെട്ടതാണ്. സെലൂക്യരുടെ രാജാവും മക്കബായരും തമ്മിൽ ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുന്നു. ശപഥത്തോടെ നടത്തിയ ഒരു ഉടമ്പടി, സമ്പൂർണ്ണ സൈനിക പിൻവാറ്റത്തിൻ്റെ നാന്ദി കുറിച്ചുകൊണ്ടുള്ള ഒരു ഉടമ്പടിയായിരുന്നു അത്. പക്ഷേ ആ ഉടമ്പടിയോട് വിശ്വസ്തരായി മക്കബായർ പിന്മാറുന്ന സമയം നോക്കി അവരുടെ ശത്രുക്കളായ സെലൂക്യർ വഞ്ചനാപൂർവം ആ ഉടമ്പടിയുടെ ഉപാധികളെ അവർ മറന്നുകളയുകയും വഞ്ചനാപരമായി ആക്രമണം നടത്തുകയുമാണ്. വഞ്ചനാപരമായി പെരുമാറുന്നവരോട് ഉടമ്പടിയിലോ കരാറിലോ ഏർപ്പെടരുത്, അത് വലിയ ദുരന്തത്തിന് കാരണമായി തീരും എന്ന് ഈ അധ്യായം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ചുരുക്കത്തിൽ, തിന്മയുടെ ശക്തികൾ ചിരകാലം വാഴുകയില്ല എന്ന് ഈ അധ്യായം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. തിന്മയുടെ ആൾരൂപമായ
വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം നിൽക്കരുതാത്തടുത്ത് നിൽക്കുന്നു എന്ന് ഒരു പഴഞ്ചൊല്ല് പോലെ ജീവിതം കൊണ്ട് ജെറുസലേം ദേവാലയത്തിൻ്റെ മുറ്റത്ത് വന്ന് നിന്ന് അതിനെ അശുദ്ധമാക്കിയ അന്ത്യോക്യസ് എപ്പിഫാനസിൻ്റെ ദാരുണമായ അന്ത്യം തിന്മയുടെ വാഴ്ചാക്രമണങ്ങൾക്ക് ദൈവത്തിൻ്റെ മുൻപിൽ പരാജയം സംഭവിക്കും എന്ന് അടയാളപ്പെടുത്തുന്നു. അതോടൊപ്പം വഞ്ചനാപരമായി പെരുമാറുന്നവരോട് ഉടമ്പടികളിലും കരാറുകളിലും ഏർപ്പെട്ടാൽ അത് വലിയ ദുരന്തമായി തീരും. ഒരു ദുരന്തത്തിലേക്കായിരിക്കും അത് നമ്മളെ നയിക്കുന്നത് എന്ന ചരിത്രപാഠവും ഈ അധ്യായം നൽകുകയാണ്. അടുത്തതായി 7-ാമത്തെ അധ്യായത്തിൽ സെലൂക്യയിൽ നടക്കുന്ന ഒരു ഭരണ കൈമാറ്റത്തിൻ്റെ ചരിത്രമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്കത് വിശദീകരിക്കാം.